സലാറിൻ്റെ സെക്കൻഡ് ട്രെയിലർ റിലീസ് ചെയ്തു. റിലീസ് ട്രെയിലറായിട്ട് പുറത്തിറങ്ങിയ ആ ഒരു സാധനം വേണമായിരുന്നു ആദ്യമായിട്ട് പുറത്തിറക്കേണ്ട, അല്ലെങ്കിൽ ഫസ്റ്റ് ട്രെയിലറായിട്ട് പുറത്തിറക്കേണ്ടത് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി അത്ര കിടിലൻ സാധനം, വേറെ ലെവൽ ഐറ്റം, ഒരു ഹൈപ്പ് കൂട്ടുന്നൊരു ഐറ്റം എന്ന് പറയില്ല. ഇപ്പോൾ വേണ്ട ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നൊരു ഐറ്റം. ഇന്നലെയൊക്കെ ബുക്ക് മൈ ഷോ ഹാങ് ആയിരുന്നു. ഐ തിങ്ക് ഇതിൻ്റെ ഒരു ഹാങ് ഓവറൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ, കാരണം അത്ര ലെവൽ ഐറ്റം ഒരു രക്ഷയില്ല. അത് ഈ KGF 1 and 2 ട്രെയിലറിലെ അതുപോലത്തെ ഐറ്റം. സോ KGF 1 ട്രെയിലർ തന്നെയാണ് ആ സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങളിൽ ഒന്ന്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ സലാറിൻ്റെ ട്രെയിലർ എന്ന് പറയാം. പക്ഷേ സലാറിനുള്ള ഹൈപ്പ് ഓൾറെഡി ഇതുകൊണ്ട് മാത്രമല്ല, ഓൾറെഡി ആ 2 സിനിമകൾ കിട്ടിയിട്ടുള്ള ഒരു ഫീല് തന്നെയാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ KGF 1 ഒന്നും അറിയാത്തൊരു കന്നഡ ചിത്രം എന്നിട്ട് പോലും ആ സിനിമയ്ക്ക് ഒരു ആൻറ്റിസിപ്പേഷൻ വരണമെങ്കിൽ അതിൻ്റെ ട്രെയിലർ തന്നെയായിരുന്നു. ട്രെയിലർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി 10-60 കിലോമീറ്ററൊക്കെ പോയിട്ടാണ് ഈ സിനിമ കണ്ടത്. ആൻഡ് അത് കാണുമ്പോൾ ആ സ്ഥലത്തൊന്നും ഒരു മനുഷ്യനില്ല, കാരണം ലിമിറ്റഡ് റിലീസ് മാത്രമേ ഉള്ളൂ. അതും കന്നഡ പടം, അതും ഡബ് ചെയ്ത് വന്ന സിനിമ എന്നൊക്കെ ഉള്ളത് കൊണ്ട് വളരെ വളരെ നല്ല ആളെ ഉണ്ടായിരുന്നില്ല. ആകെ 4-5 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ട്രെയിലറിൽ കിട്ടിയ ആ ഒരു ഇമ്പാക്റ്റ് സിനിമയിൽ കിട്ടിയപ്പോൾ ഫുൾഫിൽഡായി. ആ രീതിക്ക് ഇതൊരു കിടിലൻ ലെവൽ ട്രെയിലറാണ്. സോ ഇതുവരെയും ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് പറയേണ്ട ആവശ്യമില്ല, ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ആൻഡ് ഇതിൻ്റെ ഹൈപ്പ് ഈ ട്രെയിലർ ഒന്നുകൊണ്ട് മാത്രമല്ല, ആ 2 സിനിമകളും കൊണ്ടാണ്. കാരണം KGF 1 and 2 തിയേറ്ററിൽ നിന്ന് കണ്ടവർക്കറിയാം, ഇറ്റ് വാസ് വൺ ഹെൽ ഓഫ് എൻ തിയേറ്റർ എക്സ്പീരിയൻസ്. നിങ്ങൾ ഒരിക്കലും മറക്കാത്ത ഒരു ഇന്ത്യൻ സിനിമാറ്റിക് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു KGF 1 and 2 എന്നെല്ലാവർക്കും. അതുകൊണ്ട് തന്നെയാണ് സലാറിന് ഇത്ര പ്രതീക്ഷ. കാരണം അതുപോലത്തെ ഒരു തിയേറ്ററിക്കൽ സ്റ്റഫ്, ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സും പോട്ടെ, ഇപ്പോൾ KGF കണക്ഷൻ ഉണ്ട് ഇല്ല എന്നൊക്കെ കുറേ ചർച്ചകളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ വരാം, അതൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ അതൊന്നും നോക്കണ്ട, അല്ലെങ്കിൽ അതൊക്കെ വേറെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രൈമറി എന്നുള്ള സംഭവം എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ പ്യുവർ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിനിമ കാണുന്നത്. ആൻഡ് അതിൻ്റെ ഹൈപ്പ് കൂട്ടുന്നതാണ് ഈ ഒരു സെക്കൻഡ് ട്രെയിലർ. അത് കുറച്ചൊന്നുമല്ല, ഒരുപാട് കൂട്ടുന്നുണ്ടെന്ന് പറയും. അത്ര കിടിലിനായിട്ട് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് അതൊരു മലയാളിയാണ്, നമ്മുടെ RCM പ്രമോ എന്നൊക്കെ കണ്ടു, ആ യൂട്യൂബിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആളാണെന്ന് കേട്ടിരുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഉറപ്പില്ല, ആണെങ്കിൽ കിടിലൻ. ആൻഡ് ഈ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിരുന്നു, പൃഥ്വിരാജിൻ്റെയും പ്രശാന്ത് നീലിൻ്റെയൊക്കെ തന്നെ. ആൻഡ് പൃഥ്വിരാജൊക്കെ പറയുന്നത് പ്രശാന്ത് നീൽ ഈ സിനിമ ഒരുക്കിയിരിക്കുന്നു ഒരു ഗെയിം ഓഫ് ത്രോൺസ് സെറ്റപ്പിലാണ്. ആ ഒരു അത്രയും ഗംഭീരമായിട്ടുള്ള വേൾഡ് ബിൽഡിങ് ഇതിന് പുറകിൽ വെച്ചിട്ടാണെന്നൊക്കെയാണ്. സോ ആ ലെവലിലേക്കല്ല, അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ് ആയിട്ട് കമ്പയർ ചെയ്യല്ല, അത്രയും ഇൻഡെപ്ത് ആയിട്ടുള്ള ക്യാരക്ടർ സ്റ്റഡിയും ഇൻഡെപ്ത് ആയിട്ടുള്ള വേൾഡ് ബിൽഡിങ് അതിന് പുറകിലുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ സിനിമ ഇപ്പോൾ തന്നെ ഒരു 50% സെറ്റായിരിക്കണം. കാരണം ഒരു സാധനം എന്തിനു വേണ്ടി വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഐറ്റം ഒരു സ്ക്രീനിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിന് പുറകിലുള്ള കാര്യം അറ്റ്ലീസ്റ്റ് നമുക്കറിഞ്ഞില്ലെങ്കിലും അത് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയണം എന്നുള്ളൊരു മോഡുണ്ട്. അവർക്ക് പോലും അറിയാതെ ചെയ്യുമ്പോഴാണ് പലപ്പോഴും പാളിപ്പോകുന്നത്. പക്ഷേ ഇതിനപ്പോൾ ഒരു കാൻസാർ എന്ന സിറ്റി നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ, ഇത് എവിടെയാണ്, ഇന്ത്യയിൽ എവിടെയാണെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനുള്ള പ്രോപ്പർ ഉത്തരങ്ങളൊക്കെ ഡയറക്ടറുടെ കയ്യിലുണ്ട് എന്നുള്ളപ്പോൾ അത് കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ആ ഒരു സാധനം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഹൈപ്പ് പിന്നെയും കൂടി എന്ന് പറയാം. കാരണം അത്രയും ഡെപ്തായിട്ട് ഈ സാധനം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കിടിലിനെ ഔട്ട്പുട്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഞാൻ പ്രശാന്ത് നീൽ തൻ്റെ ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ ഗലാട്ട പ്ലസ്സിൽ കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ മറ്റേ ഭരദ്വാജനായിട്ട് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിലൊക്കെ ആദ്യം ഫസ്റ്റ് ചോദ്യം തന്നെ KGF ആയിട്ടുള്ള കണക്ഷനായിരുന്നു. അപ്പോൾ ഇദ്ദേഹം തുറന്നു പറയുന്നുണ്ട്, ഇത് യാതൊരു ബന്ധമില്ല, ഞാൻ ഒരു പബ്ലിക് സ്പേസിൽ വന്ന് പറയാത്തത് എൻ്റെ തെറ്റാണ്, അല്ലെങ്കിൽ എനിക്ക് ഇനി സമയം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇതൊരു KGFും സലാറും യാതൊരു ബന്ധമില്ല, സെപ്പറേറ്റ് മൂവിയാണെന്നുള്ളത്. പക്ഷേ സ്റ്റിൽ ഐ കാൺ ബിലീവ് ഇതിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ റോക്കി വന്ന് പൊളിക്കും എന്നൊന്നല്ല, അറ്റ്ലീസ്റ്റ് ആ ഒരു യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഹിൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് അത് ഒരു സെക്കൻഡറി ഘടകം മാത്രമാണ്. ഇപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ KGF ആയിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ പോലും ഐ തിങ്ക് ഇറ്റ് വോണ്ട് അഫക്ട് മൂവി. കാരണം ഇത് നമ്മൾ കാണുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ തിയേറ്ററിൽ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമാണ്. ഈ സെക്കൻഡറി ആയിട്ടുള്ള ഈ സാധനം ഉണ്ടെങ്കിൽ അത് ഇതിനെ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ വിക്രം കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ ആ ഒരു റോളക്സിൻ്റെ ഒരു എൻട്രി കെട്ടിയ ഒരു ഫീൽ ഉണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ആ ഒരു ഫുൾ മൂവി അതുവരെ കണ്ടു നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു മിക്സഡ് റെസ്പോൺസ് ആയിരിക്കും ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടാവുക. ആ ഒരു റോളക്സിൻ്റെ പോർഷൻ വെച്ച് ആ ഒരു എൻഡ് പോർഷനിൽ ഇനി അങ്ങോട്ട് എന്നുള്ളൊരു സാധനം വെക്കുമ്പോഴായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചപ്പോഴായിരുന്നു ആ സിനിമയുടെ ആ ഒരു മുഴുവൻ ലെവലിൽ തന്നെ മാറിയത്. ആ രീതിക്ക് അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും ഒരു ഹിൻ്റായിട്ട് ഇത് ഇന്നതാണെന്ന് പറയുമ്പോൾ തന്നെ സിനിമയുടെ മൊത്തത്തിലുള്ള എലിവേഷൻ കൂട്ടാൻ വേണ്ടി സഹായിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഗംഭീരം എന്ന് മാത്രമേ ഉള്ളൂ. സോ അത് പ്രതീക്ഷിച്ച് മാത്രം പോകരുത്. സോ പേഴ്സണലി എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തിനാണ് സലാർ കാണുന്നതെന്ന് ചോദിച്ചാൽ, ഈ KGF ആയിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് പ്യുവർ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ഈ 2 സിനിമകളിലൂടെ ആ ഒരു ഡയറക്ടർ നമുക്ക് കാണിച്ചു തന്ന, ഈവൻ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഞാൻ കുറേ പേടിച്ചൊരു സാധനം ഫസ്റ്റ് പാർട്ടിന് അതേ റിപ്പീറ്റേഷൻ ആവുക, അല്ലെങ്കിൽ ഇതിലെല്ലാം കണ്ടു കഴിഞ്ഞു ഇതിനപ്പുറത്തേക്ക് എന്ത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഒന്നും പറയാനില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ട്. കാരണം അത്ര കിടിലിനായിട്ട്
ഒരു പോയിന്റ് പോലും നമുക്കൊന്ന് വിടാനോ അല്ലെങ്കിൽ ശ്വാസം വിടാൻ പോലും ബ്രീത്തിങ് സ്പേസ് ഇല്ലാതെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 0.1 സെക്കൻഡ് എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, വിഷ്വലിയോ അല്ലെങ്കിൽ മ്യൂസിക്കായിട്ടോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ കുത്തിക്കയറ്റിയിട്ട് സ്റ്റപ്ഡ് സാധനം ഒരു 3 മണിക്കൂർ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു ഹൈ ഒക്ടൈൻ ഫാസ്റ്റ് പേസ് സാധനമായിരുന്നു KGF ചാപ്റ്റർ 2. കമ്പയർ ടു ഫസ്റ്റ് പാർട്ട് അതിൻ്റെ സ്ക്രീൻ പ്ലേയിൽ ഭയങ്കര ഗംഭീരമായിട്ട് അത് എഴുതിയിട്ടുണ്ടായിരുന്നു. അത്ര ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് എഡിറ്റ് ചെയ്ത് ഒരു പക്കാ സ്റ്റഫ് അതുപോലത്തെ ഒരു സാധനമാണ് ഞാൻ സലാറെന്ന് പ്രതീക്ഷിക്കുന്നത്. സോ KGF 1 അത് കഴിഞ്ഞ് KGF 2 എടുത്തിട്ടുള്ള ഡയറക്ടർക്ക് അതിലും ഗംഭീരമായിട്ടുള്ള സാധനമായിരിക്കും സലാറിൽ എങ്ങനെ പോയാലും തീർച്ചയായിട്ടും നമ്മൾ കാത്തിരിക്കുന്നുണ്ടാവുക. ഇത് തന്നെയാണ് എന്നെ ഈ സിനിമ തിയേറ്ററിലേക്ക് പുള്ളി ചെയ്യാനുള്ള മെയിൻ ഘടകങ്ങളിൽ ഒന്ന്. അതിനൊപ്പം തന്നെ ഇപ്പോൾ പ്രഭാസിൻ്റെ സിനിമയാണ്, പൃഥ്വിരാജുണ്ട്, ഹൊമ്പാല പ്രൊഡക്ഷനാണ്, ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും ഈ ഒരു ഡയറക്ടറുള്ള വിശ്വാസം തന്നെയാണ് എന്നെ ഈ സിനിമയിലേക്ക് എത്തുന്നത്. ആൻഡ് എനിക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള ഹൈപ്പ് അങ്ങേയറ്റത്താണ്, പീക്ക് ലെവലിലാണ്. എങ്ങനെ പോയാലും ഗംഭീരമായിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. സോ എന്താണ് ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ആൻഡ് ഞാനത് ഫാൻ ഷോ തന്നെയാണ് കാണുന്നത്. ഏത് ഷോ ആണ് നിങ്ങൾ കാണുന്നത് എന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.